ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രൈ കളർ പേപ്പർ ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ട്രൈ കളർ പേപ്പർ തന്നെയാണ്. ഓറഞ്ച്, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഏത് സൈസാണേലും കുഴപ്പമില്ല, നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒരു റിബൺ സൈസിൽ മുറിച്ചെടുക്കുക. ഒത്തിരി വീതി കൂടാതിരുന്നാൽ മതി. നമുക്കിഷ്ടമുള്ള ഒരു സൈസ് മതി കേട്ടോ. ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. ഇതുപോലെ 4 പീസ് വൈറ്റ്, 4 പീസ് ഓറഞ്ച്, 4 പീസ് ഗ്രീൻ, ഇത്രയാണ് പേപ്പർ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പേപ്പർ മുറിച്ചെടുക്കുമ്പം ഏറ്റവും ചെറുത് ഗ്രീൻ, ഇത്രയും ഗ്രീൻ വരാവുള്ളൂ. ഗ്രീനിനേക്കാളും വലുതായിരിക്കണം വൈറ്റ്, വൈറ്റിനേക്കാളും വലുതായിരിക്കണം ഓറഞ്ച്. അങ്ങനെ വെക്കുമ്പോഴേ നമുക്ക് ആ ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് വീതിയും കൂടി പോകാതിരുന്നാൽ മതി. അപ്പോൾ ഇതിനെയൊക്കെ എല്ലാം ഒന്ന് മുറിച്ച് എടുത്തിട്ട് വരാം. മുറിച്ച പേപ്പറിനെ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ഒരറ്റം മാത്രം. ആദ്യം നമ്മൾ ആ ഓർഡർ അനുസരിച്ച് ഫസ്റ്റ് ഓറഞ്ച്, ആ ഓറഞ്ചിൻ്റെ മുകളിലേക്ക് വൈറ്റിനെ ഒട്ടിക്കണം. വൈറ്റിൻ്റെ മുകളിലേക്ക് ഗ്രീൻ ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, അതൊന്ന് ഒട്ടുന്നവരെ. വളരെ എളുപ്പമാട്ടോ. നമുക്ക് റിപ്പബ്ലിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ട്രൈ കളർ, ഒരു ഫ്ലാഗോ ഒരു ക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ ഒട്ടിച്ച് മൂന്ന് സൈസാണ്. അത് കണ്ടോ. ഇനിയിപ്പോൾ ഈ ഗ്രീനിൻ്റെ ഒരറ്റം മറ്റേ ഈ അറ്റത്തേക്ക് കൊണ്ടുവന്ന് ഒട്ടിക്കണം. ഒന്ന് വളച്ചെടുത്താൽ മതി, മടക്കരുത്. എൻ്റെ പശ ഒരു പണിമുടക്ക് പശയാട്ടോ. പഴയതായിരുന്നു, കളയാൻ തോന്നിയില്ല. തീർന്നിട്ട് പുതിയ മേടിക്കാമെന്ന് ഓർത്തെ. ഇതുപോലെ ഒന്ന് മടക്കണ്ട, വളച്ചെടുത്ത് അതിൻ്റെ അറ്റത്തേക്ക് ഒട്ടിക്കുക. ഇനി ആ പച്ചയുടെ മുകളിലേക്ക് ഗം തേച്ചിട്ട് വൈറ്റ് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കണം. പിന്നെ വൈറ്റിൻ്റെ മുകളിൽ ഗം തേച്ചിട്ട് ഓറഞ്ച് ഒട്ടിക്കണം. അങ്ങനെ 3 ഒട്ടിച്ചിട്ട് അതുപോലത്തെ 4 സെറ്റാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം, ഭംഗി ഉണ്ടാകാനായിട്ട്. ഞാൻ പെട്ടെന്ന് ഒരെണ്ണം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ. പശ ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അത് വിട്ടുപോകും. മൂന്നും ഒട്ടിച്ചിട്ടുണ്ട്. നോക്കിക്കേ ഈ ഷേപ്പ്. ഇത് ഈ ഒരു ഷേപ്പ് കിട്ടിയാൽ മതി. അതിന് അളവ് ഏതായാലും കുഴപ്പമില്ല. നല്ല ഭംഗിയില്ലേ. ഇങ്ങനെ നമുക്കൊരു 4 സെറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നാലെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാത്തിനെയും കൂടി ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ ഇതിനൊരു സ്റ്റിക്ക് വേണം, അല്ല വെറുതെ ഇട്ട ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ സ്റ്റിക്കിനായിട്ട് ഞാനൊരു പേപ്പർ ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ. ഇപ്പോൾ പേപ്പർ ഇല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ എന്തെങ്കിലും മതി, അതിലേക്ക് ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് എടുത്താലും. പക്ഷേ ഇതാ എളുപ്പം കേട്ടോ. അപ്പോൾ അതിനെ 2 എണ്ണത്തിൻ്റെ ഇടയിലേക്ക് ഇത് വെച്ചിട്ട് ബാക്കി 2 എണ്ണം കൂടെ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒന്ന് സ്റ്റാപ്ലർ ചെയ്താലും മതി. ഞാനിവിടെ സ്റ്റാപ്ലർ ചെയ്താണ് എടുക്കുന്നത്. സ്റ്റാപ്ലർ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ ട്രൈ കളർ ക്രാഫ്റ്റ് നല്ല പേപ്പർ കൊണ്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? ഇനി ഇത് നമുക്ക് ഒരു ഫ്ലവർ വേസിലോ അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള ഒരു ഗ്ലാസ്സിലോ എന്തിനെങ്കിലും ഒന്ന് ഇറക്കി വെക്കുക.
നമ്മൾ ടേബിളിൽ വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 2-3 ഇതിൻ്റെ ബാലൻസ് വന്ന പേപ്പർ അത് ഓർഡറിൽ തന്നെ അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, എൻ്റെ ബാക്കിൽ ഇത് മുറിച്ച് കഴിഞ്ഞ് കൂടുതൽ പേപ്പർ ബാക്കി വന്നു, അതും കൂടെ അതിനകത്തേക്ക് വെച്ചു. അങ്ങനെ നമ്മളുടെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ട്രൈ കളർ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.